ഹേയ് മകളെ, നിങ്ങളോട് ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ വന്നിട്ടാണ് പറഞ്ഞത്, ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് പാർട്ടിൽ ചോദ്യം വരാത്തത് കൊണ്ട് പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടിൽ വന്ന ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നത് മാത്രമായിരുന്നു അവർ നേരിട്ട പ്രധാന പ്രശ്നം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ വരികയും അത് ചെയ്യുകയും ചെയ്തു. എന്നാലും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ നിങ്ങൾക്ക് തന്നൊരു ഉറപ്പുണ്ട്. കാരണം നമുക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്ന്. നമ്മൾ കഴിഞ്ഞ വർഷത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞതെങ്കിൽ അതിനുശേഷം ഞങ്ങൾ നിങ്ങൾക്ക് തന്നൊരു ഉറപ്പുണ്ട്. ഈ വരുന്ന എക്സാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം കൂടി പഠിപ്പിച്ച് അതിൻ്റെ ഗംഭീര റിസൾട്ട് കിട്ടുമെന്ന് അത് തെളിയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. നാച്ചു സാർ. നോക്കൂ, ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പരീക്ഷയ്ക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ടെൻഷൻ ഞങ്ങൾക്കാണ്. നിങ്ങളെക്കാൾ പരീക്ഷയ്ക്ക് ഹോംവർക്ക് ചെയ്യുന്നത് ഞങ്ങളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഏതൊക്കെ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ കൃത്യമായി പഠിക്കണം എന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചതിന് ശേഷമാണ് ഓരോ ലൈവിലും കയറുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ വരും, അതിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവും. തീർച്ചയായിട്ടും അവർ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് അവർക്ക് പഠിക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് ക്രിസ്മസ് എക്സാം ആണ്, അത്രേ ഉള്ളൂ. ഇതൊരു ട്രയൽ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാലും അത് റെക്ടിഫൈ ചെയ്യാനുള്ള സമയമുണ്ട്. ആൻഡ് ഇംഗ്ലീഷിന് എക്സാമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നു. എന്നിട്ടാണ് നമ്മൾ ലൈവിൽ കാര്യങ്ങൾ പഠിച്ചത്. ആൻഡ് സർപ്രൈസിംഗ്ലി നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളൂ. അത് ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ വന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കൂടെ തീർച്ചയായിട്ടും. വേറൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ സാറേ, ഇതില് എനിക്ക് തോന്നുന്നത് തീരെ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. സാർ പറഞ്ഞു എന്ന് പറഞ്ഞു, മറ്റാരും ചിലപ്പോൾ ടീച്ചേഴ്സ് പോലും അത് പഠിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. യെസ്, അതായത് നമുക്ക് ഈ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞൊരു പോവമുണ്ട്. അത് ഫസ്റ്റ് ടേമിലെ പോവമാണ്. ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഈ പരീക്ഷയ്ക്ക് ഇത് വരുന്നു. പക്ഷെ നമുക്കറിയാം കഴിഞ്ഞ ഫസ്റ്റ് ടേമിൽ ഇത് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അത് പഠിപ്പിക്കുകയും ചെയ്തു. ചുമ്മാ പറഞ്ഞത് മാത്രമല്ല, അത് ലൈവിൽ കൃത്യമായി പഠിപ്പിച്ചു. അത് തന്നെ ചോദിക്കുകയും ചെയ്തു. പോയട്രി എന്ന് പറഞ്ഞ പോവും ചോദിക്കില്ല എന്ന് പറഞ്ഞു, ചോദിച്ചില്ല. ആൻഡ് ഫസ്റ്റ് ടേമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ, ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഇന്നലെ നമ്മൾ ലൈവിൽ പ്രൊജക്ട് ടൈഗർ മാത്രമാണ് പഠിപ്പിച്ചത്. ധൈര്യത്തിൽ പറയാം, കാരണം ഇതൊക്കെ അവർ കണ്ടതാണ്. അവർക്ക് താഴെ പറയാലോ. പ്രൊജക്ട് ടൈഗർ പഠിപ്പിച്ചു. പ്രൊജക്ട് ടൈഗർ ചോദ്യം വന്നു. ആൻഡ് ഞങ്ങൾ ഇന്നലെ ആദ്യം പഠിച്ച നറേഷൻ, ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞ ചാപ്റ്റർ നിന്നാണ്. സാധാരണഗതി ഇന്നത്തെ നറേഷൻ ചോദിക്കാറില്ല. 6 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെയാണ് മാക്സിമം ചോദിക്കാറ്. പക്ഷേ ഇന്നലെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയല്ലോ. അപ്പോൾ നമ്മൾ ഗസ് ചെയ്തു എന്താണ് ഇതെന്നാണ് ഇത്തവണ നറേഷൻ ചോദിക്കാൻ പോകുന്നത്. അത് തന്നെ ചോദിച്ചു. ഇന്നലെ നമ്മൾ ആദ്യം ചോദിച്ച നറേഷനാണ് നിങ്ങളുടെ പരീക്ഷയിൽ 7 മാർക്കിന്റെ ആദ്യത്തെ ചോദ്യം. അതുപോലെ ദ നെവർ നെവർനെസ് എന്ന് പറഞ്ഞ വേറൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിന് കഴിഞ്ഞ പരീക്ഷകളൊന്നും ചോദ്യം ഒരുപാട് വന്നിട്ടില്ല. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞു ഇവരോട് എന്താ ആ ചാപ്റ്ററിന് ഒരു റൈറ്റപ്പ് മോഡൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ചുമ്മാ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ മാത്രമല്ല, അതിനുള്ള A+ പോയിന്റുകൾ സെന്റൻസുകളായി നമ്മൾ പഠിച്ചു. അതേ ചോദ്യം ചോദിക്കുന്നു. ഫ്രേസൽ വെർബ്സ് നമ്മൾ പഠിച്ചത് മാത്രമേ വന്നിട്ടുള്ളൂ. റിപ്പോർട്ട്, സ്പീച്ച്, എഡിറ്റിംഗ് ഒക്കെ നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ വന്ന് പറയുന്നതിന് വലിയ സന്തോഷം. ഞങ്ങൾ പറയാൻ വന്നിട്ടൊന്നും അല്ല, ഞങ്ങൾ പോകുന്ന കാര്യങ്ങളെ കുറിച്ച്. മക്കളെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ 2 സബ്ജക്റ്റുകൾ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മുന്നിൽ 7 സബ്ജക്റ്റുകൾ ബാക്കിയുണ്ട്. ഇതൊക്കെ തന്നെ അല്ലെങ്കിൽ ഇതിനെപ്പോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ചതായിട്ടുള്ള രീതിയിലാണ് ഇനി ഞങ്ങൾ നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സ് വരാനുണ്ട്, കെമിസ്ട്രി വരാനുണ്ട്, സോഷ്യൽ സയൻസും ബയോളജിയും വരാനുണ്ട്. അത് രണ്ടും ഒരു ദിവസമാണ്. ചെറിയൊരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങൾ നിങ്ങൾക്ക് ബാക്കിയുണ്ടല്ല. അത് കൃത്യമായിട്ട് നിങ്ങൾ അലൗട്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു മെത്തഡാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ നിങ്ങൾ സൈലത്തെ വിശ്വസിക്കുക. നിങ്ങൾ മാത്രം വിശ്വസിച്ചാൽ പോരാ, നിങ്ങൾ വിശ്വസിച്ച കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി പറയണം. ലൈവിലേക്ക് വരാൻ പറയണം. റെക്കോർഡുകൾ തിരുത്തപ്പെടണം. എല്ലാ ഫ്രണ്ട്സിനോടും പറയുക. സാർ, ഒറ്റ കാര്യം കൂടെ മക്കളെ, വീണ്ടും എല്ലാ കാലത്തും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ഒരു എക്സാം വരുന്ന സമയത്ത് 2 ആഴ്ച മുമ്പ് 3 ആഴ്ച മുമ്പ് ഞങ്ങൾ മാനസികമായി അതിന് തയ്യാറെടുക്കുകയാണ്. നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും. ആൻഡ് ഇപ്പം മാത്സും ഇംഗ്ലീഷും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സോഷ്യൽ സയൻസും ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ആയിട്ട് മുഴുവൻ ടീച്ചേഴ്സും സെറ്റാണ്. അവരൊക്കെ അണിയറയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ വർക്കിനൊക്കെ റിസൾട്ട് വരണമെങ്കിൽ, കൃത്യമായ ഔട്ട്പുട്ട് വേണമെങ്കിൽ നിങ്ങളാണ് മാക്സിമം ആളുകളിലേക്ക് സൈലം എന്ന് പറഞ്ഞ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിക്കേണ്ടത്. സൈലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ സാറാണ് സാർ. നിങ്ങൾ തന്നെയാണ് മക്കളെ. ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ട ഒരുപാട് ഞങ്ങൾ പറയുന്നില്ല. ഒറ്റ കാര്യം കൂടി ഓർമ്മിച്ചുകൊണ്ട് മാത്രം നമുക്ക് അവസാനിപ്പിക്കാം. പബ്ലിക് എക്സാമിന് എന്തായാലും ഗവൺമെന്റ് ചാപ്റ്റർ ഒഴിവാക്കാനൊന്നും പറ്റില്ലല്ലോ. പബ്ലിക് എക്സാമിന് നമ്മൾ മുഴുവൻ ചാപ്റ്ററും ഇതിനേക്കാൾ ഗംഭീരമായിട്ട് പഠിക്കുകയും അതിൽ നമ്മൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യും. ഇതൊരു ചെറിയൊരു ഡോസ് മാത്രമായിട്ട് കണ്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോടും വരാൻ പറയുക. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്.